നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വിശപ്പ് വളരെ കുറവുള്ളവരാണോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നുണ്ട് പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല, ഗ്യാസ്, അല്ലെങ്കിൽ കുറച്ച് കഴിക്കുന്ന പാടെ തന്നെ വയറ് നിറഞ്ഞു വരുന്ന അവസ്ഥയോ, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് അപ്പം തന്നെ പോകേണ്ട വരുന്ന അവസ്ഥയോ ഒക്കെ ഉണ്ട്. ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഗ്യാസ് ഒക്കെ ആയിട്ട് വയറ് വീർത്ത് വരുന്ന ആൾക്കാർക്കൊക്കെ വയറൊന്ന് ക്ലീൻ ആവാനും ഈ പ്രശ്നം ഇല്ലാതിരിക്കാനും തീർച്ചയായിട്ടും ഉപകാരപ്രദമായ ഒരു ടിപ്പാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ തക്കാളി രസം വെക്കുമല്ലോ, അല്ലെങ്കിൽ ഇപ്പം ചെറുനാരങ്ങയൊക്കെ വെച്ചിട്ട് പുളിയുള്ള രസം ഉണ്ടാക്കുമല്ലോ, അതേ രസം എങ്ങനെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത്, കുരുമുളകൊക്കെ ഇട്ട് അതേപോലെ തന്നെ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് 3 നുള്ള് കരിഞ്ജീരകപ്പൊടി ഇടുക. അതുപോലെ തന്നെ നമ്മൾ ചോറിൻ്റെ അകത്തോട്ട് ഈ ഒരു രസം ഒഴിച്ച ശേഷം അഷ്ടചൂർണത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കുക. കുട്ടികൾക്കാണെങ്കിൽ, തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ 3-4 നുള്ള് പിഞ്ച് മതിയായിരിക്കും. വലിയ ആൾക്കാരാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ ചേർത്ത് ചോറിൻ്റെ കൂടെ കുഴച്ച് ഭക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും. ഭക്ഷണം നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്യുക മാത്രമല്ല, ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകുന്നില്ല, വയറ്റിൽ നിന്ന് അപ്പം തന്നെ പോകണം എന്നുള്ള തോന്നലുണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരു 3 ദിവസം ഒരു മീലിൻ്റെ കൂടെ, ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ കൂടെ ഈ രസത്തിൻ്റെ അകത്ത് കരിഞ്ജീരകപ്പൊടിയും അതുപോലെ തന്നെ അഷ്ടചൂർണം, ആയുർവേദ ഷോപ്സിലെല്ലാം കിട്ടും. പണ്ടത്തെ ആൾക്കാർ വീടുകളിലൊക്കെ പ്രധാനമായിട്ടും സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു പൊടിയാണ് അഷ്ടചൂർണം എന്നുള്ള. ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പൊടിയാണ് അഷ്ടചൂർണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡോസ് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ ഡോസ് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണപ്രദമാണ്. ഗ്യാസ് എല്ലാം മാറി ആ ഒരു വിശപ്പ് നമുക്ക് തിരിച്ചു കിട്ടുകയും നന്നായിട്ട് ഡൈജഷൻ നടക്കുകയും ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.